വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യൂണിഫോം ഇട്ട് തയ്യാറെടുക്കുന്ന ബോക്സിനെ കണ്ട് നീ ഇത് എവിടെ പോവുകയാണ് എന്ന് ലീജിയോങ് അന്വേഷിക്കുന്നു. ഞാൻ സ്കൂളിൽ പോകാൻ തീരുമാനിച്ചു. പണ്ടുള്ളവർ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, നിങ്ങൾക്ക് കടുവയെ പിടിക്കണമെങ്കിൽ കുറുക്കൻ്റെ ഗുഹയിലേക്ക് പോകാൻ തയ്യാറാവണം. ഞാൻ അവർ ആഗ്രഹിക്കുന്ന ഗെയിം കളിക്കാൻ പോവുകയാണ് എന്ന് കൂളായി പറഞ്ഞിട്ട് ബോക്സ് പുറത്തേക്ക് പോകുന്നു. കടുവയെ പിടിക്കാൻ എന്തിനാണ് കുറുക്കൻ്റെ ഗുഹയിലേക്ക് പോകുന്നത്? അങ്ങനൊരു പഴമൊഴി ഉണ്ടോ എന്ന് ലീജിയോങ് സംശയിക്കുന്നുണ്ട്. ഈ സമയം സ്കൂളിൽ കുറേ കുട്ടികൾ ബോക്സുവിൻ്റെ വാർത്തയിൽ വന്ന ഫോട്ടോ നോക്കി അവൻ്റെ ഗ്ലാമറിനെ പുകഴ്ത്തുകയായിരുന്നു. കൂട്ടത്തിലൊരു പെൺകുട്ടി അവൻ നമ്മുടെ സീനിയർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ബോക്സുവിൻ്റെ പഴയ വീരസാഹസ കഥകൾ വിവരിക്കുകയാണ്. അവൻ ഇവിടെ പഠിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിയെ സ്ഥിരമായി ശല്യപ്പെടുത്താറുണ്ടായിരുന്ന ഒരു പയ്യൻ ഒരു ദിവസം അവളെ തനിച്ചു കിട്ടിയപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. മിഞ്ചിയാണ് ആ പെൺകുട്ടിയായി കാണിക്കുന്നത്. അവൾ സഹായത്തിനു വേണ്ടി നിലവിളിച്ചെങ്കിലും ആരും അത് കേട്ടില്ല. ആ സമയത്ത് നമ്മുടെ വീരനായകൻ ബോക്സ് എത്തി അവരെ ഇടിച്ച് നിലംപരിശാക്കി അവരെ രക്ഷിക്കുന്നു. കഥ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ബോക്സുവിൻ്റെ ചേച്ചിയുടെ മകനായ ഇനോയും ഉണ്ടായിരുന്നു. ക്യാമറയുമായി ജനലിന് വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന കുട്ടി ആ വരുന്നത് ബോക്സു അല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ട് കുട്ടികളെല്ലാവരും ഓടി ജനലിനരികിലെത്തി അവനെ നോക്കുന്നു. ബോക്സുവിനെ കണ്ട് സന്തോഷം കൊണ്ട് കുട്ടികളാകെ ബഹളം വയ്ക്കുന്നു. അങ്കിൾ യൂണിഫോം ധരിച്ചിവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഇനോ ചോദിക്കുന്നുണ്ട്. ഗ്രൗണ്ടിലൂടെ നടന്നു വരികയായിരുന്ന ബോക്സുവിനെ ലേറ്റായി വന്നതിന് ഒരു സാർ പിടിച്ചു നിർത്തുന്നു. അവൻ അവിടുത്തെ സ്റ്റുഡൻസിൽ ഒരാളാണ് എന്നാണ് അദ്ദേഹം കരുതിയത്. നീ മതിൽ ചാടിയാണോ അകത്ത് കയറുന്നത്? ഈ ഹെയർ സ്റ്റൈൽ ഇവിടെ അലൗഡ് അല്ലല്ലോ. നിന്റെ പാൻസ് എന്താണ് ഇത്ര ടൈറ്റ് ആയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അവനെ മറുപടി പറയാൻ പോലും അനുവദിക്കാതെ അയാൾ ചെവിക്ക് പിടിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുന്നു. ഓഫീസിലെ ജനാലയ്ക്കൽ നിന്ന് സേഹോയും പ്രിൻസിപ്പലും ഒക്കെ ഇത് കാണുന്നുണ്ടായിരുന്നു. നല്ല ടൈമിംഗ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളാൻ സേഹോ കൂടെയുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നു. അവർ പുറത്തിറങ്ങിയപ്പോഴേക്കും ബോക്സിനെയും കൊണ്ട് മറ്റേ അധ്യാപകൻ അവിടെ എത്തിയിരുന്നു. അവനെ വിട്ടേക്ക്, ഇത് ബോക്സു ആണ്. അവൻ സ്കൂളിൽ മടങ്ങിയെത്തിയ ആദ്യ ദിവസമാണ് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ബോക്സുവിനോട് ഞങ്ങൾക്കൊപ്പം വരാൻ പറയുന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്കാണ് അവർ അവനുമായി പോയത്. അവിടെ കാത്തു നിന്നിരുന്ന പത്രക്കാർ നിമിഷ നേരം കൊണ്ട് അവനെ പൊതിയുന്നു. സ്റ്റേജിലെ ബോർഡ് കണ്ടപ്പോഴാണ് പത്രസമ്മേളനമാണ് എന്ന് ബോക്സുവിന് മനസ്സിലാക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ സ്റ്റേജിൽ നിൽക്കുന്ന മാനേജറെ കണ്ട് അവൻ മുന്നിലേക്ക് നടന്നു ചെല്ലുന്നു. അവൻ മുന്നിലെത്തിയപ്പോഴേക്കും സേഹോ തൻ്റെ സ്പീച്ച് തുടങ്ങുന്നു. സ്വയം പരിചയപ്പെടുത്തിയ ശേഷം സ്കൂളിൽ നിലനിൽക്കുന്ന പഴയ സമ്പ്രദായങ്ങൾ കാരണം കുട്ടികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിച്ച് ബോക്സുവിനെ മടക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മാറ്റത്തിന്റെ തുടക്കമാണ് എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുന്നു. സ്കൂൾ അധികൃതരാണോ ബോക്സിനെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമം നടത്തിയതെന്ന് പത്രക്കാർ ചോദിക്കുന്നുണ്ട്. സ്കൂളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണോ എന്നും ചോദ്യം ഉയരുന്നു. ബോക്സു അത്രയ്ക്ക് വാർത്താ പ്രാധാന്യമുള്ള വ്യക്തിയാണോ എന്ന് സേഹോ അവരോട് ചോദിക്കുന്നു. അത് കേട്ടതും ബോക്സു തന്റെ ബാഗ് താഴിട്ട് നല്ല സ്പീഡിൽ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു. സേഹോയെ ഇടിക്കാനെന്നോണം കൈ ഉയർത്തിയെങ്കിലും സ്വയം നിയന്ത്രിച്ചവൻ അയാൾക്ക് ഷേക്കാൻഡ് നൽകുന്നു. സ്റ്റാഫ് റൂമിലും ക്ലാസ് റൂമിലും കുട്ടികളും ടീച്ചർമാരും തത്സമയം ഇത് കാണുന്നുണ്ടായിരുന്നു. സേഹോ ബോക്സിനോട് താഴേക്ക് പോകാൻ പറഞ്ഞെങ്കിലും ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞവൻ മൈക്കിനരികിലേക്ക് ചെല്ലുന്നു. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വരാൻ സഹായിച്ചത് മിസ്റ്റർ സേഹോ ആണെങ്കിലും വിദ്യാഭ്യാസ നിയമപ്രകാരം ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസ് തിരികെ വരാനുള്ള നിയമമുണ്ട് എന്നവൻ ഒരു പേപ്പറിൽ നോക്കി ആ നിയമം വായിച്ച് വിശദീകരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം തിരികെ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സ്കൂളുകളാണ് സ്വീകരിക്കാത്തത് എന്നാണ്. അതുമാത്രമല്ല, ഞാനിപ്പോൾ മടങ്ങി വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. രണ്ടാമത് കിട്ടിയ ഈ അവസരം ഞാൻ നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നവൻ പറഞ്ഞു നിർത്തുന്നു. പത്രസമ്മേളനം കഴിഞ്ഞ് വൈസ് പ്രിൻസിപ്പൽ സ്റ്റാഫ് റൂമിലെത്തി ഇന്നു മുതൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ക്രമീകരിക്കുന്ന വിവരം അറിയിക്കുന്നു. വൈൽഡ് ഫ്ലവർ ക്ലാസ് എന്നാണ് അതിൻ്റെ പേര്. എല്ലാ ക്ലാസ്സിലെയും പഠിക്കാൻ ഏറ്റവും മോശമായ കുട്ടികളായിരിക്കും ആ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പ്രിൻസിപ്പൽ അറിയിക്കുന്നു. ഇപ്പോൾ തന്നെ കുട്ടികൾക്കിടയിലുള്ള തരംതിരിവ് ഒന്നുകൂടി വഷളാക്കാനുള്ള ശ്രമമാണ് ഇതെന്ന് മിസ്റ്റർ പാർക്ക് പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും അകത്ത് കയറി വന്ന് സേഹോ ഇത് വേർതിരിവല്ല, സ്പെഷ്യൽ കെയർ ആണ് എന്ന് പറയുന്നു. തൻ്റെ സ്റ്റുഡൻസ് ആണെന്നുള്ള ഓർമ്മയിൽ മിസ്റ്റർ പാർക്ക് സേഹോയുടെ പേര് വിളിച്ചുകൊണ്ട് ചാടി എണീച്ചെങ്കിലും അവൻ്റെ നോട്ടം കണ്ട് പെട്ടെന്ന് സാർ എന്ന് വിളിച്ച് സംസാരിച്ചു തുടങ്ങുന്നു. ഇത് മനുഷ്യാവകാശങ്ങൾക്ക് എതിരാണ് എന്ന് അദ്ദേഹം പറയുന്നു. സേഹോ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് എത്ര കുട്ടികൾ താങ്കളുടെ ക്ലാസ്സിൽ ഉണർന്നിരിക്കാറുണ്ട് എന്ന് ചോദിക്കുന്നു. അദ്ദേഹം മറുപടി പറയാതെ നിന്നപ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഒരേ അക്കാഡമിക് ലെവലല്ല. അവരെ ഫോഴ്സ് ചെയ്ത് മറ്റു കുട്ടികൾക്കൊപ്പം എത്തണമെന്ന് നിർബന്ധിക്കുന്നതാണ് തെറ്റായ രീതി. അങ്ങനെ ചെയ്യുന്നതിന് പകരം അവർക്ക് സ്പെഷ്യൽ കെയർ നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സേഹോ പറയുന്നു. കുട്ടികളെ ഇങ്ങനെ വേർതിരിച്ചാണോ സ്പെഷ്യൽ കെയർ നൽകുന്നത് എന്ന് മിസ്റ്റർ പാർക്ക് ചോദിച്ചെങ്കിലും അതിന് മറുപടി നൽകാതെ സോജിയോങ്ങിന്റെ പേര് വിളിച്ച് അവളെ അവിടെ പെർമനന്റ് ടീച്ചറായി ഇന്നു മുതൽ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം അയാൾ പറയുന്നു. അവൾ ആകെ അമ്പരം നിൽക്കുന്നു. വൈസ് പ്രിൻസിപ്പൽ അവൾക്ക് കൈ നൽകാൻ എല്ലാവരോടും പറയുന്നു. സേഹോ പുറത്തിറങ്ങിയപ്പോൾ സോജിയോങ് അയാൾക്ക് പുറകെ ഓടിച്ചെന്നിട്ട് ബോക്സിന്റെ റീഅഡ്മിഷൻ കാരണമാണ് ഈ തീരുമാനമെങ്കിൽ ഞാനതിനു വേണ്ടി ഒരു ചെറിയ ശ്രമം പോലും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിതിനുള്ള അർഹതയില്ല എന്ന് അവൾ പറയുന്നു. അതുകൊണ്ടല്ല ഇങ്ങനെ ഒരു തീരുമാനം. കഴിഞ്ഞ 3 വർഷമായി ടീച്ചറിനാണ് ഏറ്റവും കൂടുതൽ ഇവാലുവേഷൻ പോയിന്റ്സ് ഉള്ളത്. ഫുൾ ടൈം ടീച്ചർ ആകാനുള്ള ടെസ്റ്റും ടീച്ചർ അറ്റൻഡ് ചെയ്തതല്ലേ. ചില പ്രത്യേക കാരണങ്ങൾ മൂലം ഈ തീരുമാനം വൈകിപ്പോയതാണ്. ആ തെറ്റ് ഞാനായിട്ട് തിരുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെയുള്ള പല തെറ്റുകളും തിരുത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് ഷേക്കാൻഡ് നൽകാൻ കൈനീട്ടിയെങ്കിലും അവൾ തിരികെ കൈ കൊടുക്കാത്തതിനാൽ പിൻവലിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്ഥാനത്തിലേക്കുള്ള അർഹതയുണ്ട്, കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് തിരിഞ്ഞെടുക്കുന്നു.
എനിക്കതിനുള്ള അർഹതയുണ്ട് എന്നവൾ സന്തോഷ കണ്ണീരോടെ പറയുന്നുണ്ട്. ഇൻഹോയുടെ ക്ലാസ്സിലുണ്ടായിരുന്നവരെല്ലാം തന്നെ പുതിയ വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലാണ്. ഇൻഹോയും ആ കൂട്ടത്തിലുണ്ട്. അവനെ മറ്റു കുട്ടികൾ എപ്പോഴും ഒരു പുഷോവറായിട്ടാണ് കാണുന്നത്. അവൻ ശരിക്കും അവരുടെ അടിമയാണെന്ന് തന്നെ പറയാം. സോജിയോങ്ങിനെ കൊണ്ട് എപ്പോഴും ജോലി ചെയ്യിക്കാറുള്ള പെർമനന്റ് ടീച്ചർമാർ അവളുടെ സ്ഥാനക്കയറ്റത്തിൽ അഭിനന്ദനം അറിയിക്കുന്നു. തങ്ങളുടെ ജോലിക്കാരെ ഇഷ്ടപ്പെട്ടതിൽ വിഷമമുണ്ടെങ്കിലും അവരത് പുറത്തു കാണിക്കുന്നില്ല. അപ്പോഴാണ് വൈസ് പ്രിൻസിപ്പൽ സോജിയോങ്ങിനരികിലേക്ക് വന്ന് അവളെ പുതിയ വൈൽഡ് ഫ്ലവർ ക്ലാസിന്റെ ചുമതല ഏൽപ്പിക്കുകയാണെന്ന് അറിയുന്നത്. അതൊരു ഷോക്കായിരുന്നെങ്കിലും മറ്റ് മാർഗമൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നതിനാൽ അവൾ കുട്ടികളുടെ ലിസ്റ്റ് വാങ്ങി നോക്കുന്നു. അതിൽ ബോക്സുവിന്റെ പേരില്ലാത്തതിനാൽ ആശ്വസിക്കുമ്പോഴേക്കും ഒരാളുടെ പേര് വിട്ടുപോയി എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ അത് തിരികെ വാങ്ങി ബോക്സിന്റെ പേരത്തിൽ എഴുതിച്ചേർന്നു. പറ്റില്ലെന്ന് അവൾ പറഞ്ഞു നോക്കിയെങ്കിലും അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ കൗൺസിലിംഗ് റൂമിലിരിക്കുന്ന ബോക്സിനെയും കൂടി വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകാനും അവനെ കൊണ്ട് ഈ ഫോം പൂരിപ്പിച്ചു വാങ്ങാനും പറഞ്ഞ് പ്രിൻസിപ്പൽ പോകുന്നു. കൗൺസിലിംഗ് റൂമിലിരിക്കുകയായിരുന്ന ബോക്സു അവിടെ കുട്ടികൾ ടീച്ചറിന് നന്ദി പറഞ്ഞ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന സ്റ്റിക്കി നോട്ട്സ് കാണുന്നു. അതിലൊന്നിൽ ടീച്ചർ എന്നു മുതലാണ് ഇത്ര സുന്ദരിയായത് എന്ന് എഴുതിയിരിക്കുന്നത് വായിച്ച് അവൾ പണ്ട് മുതലേ സുന്ദരിയായിരുന്നു എന്നവൻ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്ന് ബോധം വന്നവനെ പോലെ വായക്കടിച്ചുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞവൻ അത് തിരികെ ഒട്ടിക്കുന്നു. എന്നിട്ട് വേറൊന്നിൽ സൗന്ദര്യം കൂടുതലുള്ളവർ പെട്ടെന്ന് മരിക്കും എന്നെഴുതിയതിൻ്റെ താഴെ ഒട്ടിച്ചു വെക്കുന്നു. അവിടേക്ക് വരികയായിരുന്നു സോജിയോങ്. അകത്തേക്ക് കയറാൻ മടിയുണ്ടായിരുന്നെങ്കിലും അവൻ സ്റ്റുഡൻറ്റും ഞാൻ ടീച്ചറും മാത്രമാണ് എന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ച് അകത്തേക്ക് കയറുന്നു. ബോക്സിനെ കണ്ടപ്പോൾ നിന്നോട് ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ, പിന്നെ നീ എന്തിനാണ് വന്നത് എന്നവൾ ചോദിക്കുന്നു. ഞാൻ വന്നത് നന്നായില്ലേ, നീ ഇപ്പോൾ ഫുൾ ടൈം ടീച്ചറായി കാണുമല്ലോ എന്നവൻ ചോദിച്ചപ്പോൾ ഞാൻ പെർമനന്റ് ടീച്ചറായത് നീ കാരണമല്ല എന്നവൾ പറഞ്ഞു. അപ്പോൾ ആയില്ലേ സേഹോ, ഞാൻ വിചാരിച്ചാലും ഫാസ്റ്റ് ആണല്ലോ എന്നവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ ഇതിനു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നിനക്കറിയാമോ? എൻ്റെ സ്കോർ എപ്പോഴും ഹൈ ആയിരുന്നു. ഈ ജോലി എനിക്ക് അർഹതപ്പെട്ടതാണ് എന്നവൾ പറയുന്നു. പിന്നെ എന്താണ് ഇത്ര നാൾ നിനക്കത് കിട്ടാതിരുന്നത്? $50,000 അതിനുവേണ്ടി ചിലവാക്കിയിട്ട് പോലും നിനക്കത് കിട്ടിയില്ലല്ലോ എന്നവൻ പുച്ഛത്തോടെ ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നതെന്ന് സോജിയോങ് ചോദിച്ചപ്പോൾ ഞാൻ $50,000 നൽകി ഈ സ്ഥാനം വിലയ്ക്ക് വാങ്ങാൻ നോക്കിയതാണ്. അതുകൊണ്ട് ഒരു ടീച്ചറാകാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് നീ സ്വയം ഏറ്റു പറയണം എന്നവൻ പറയുന്നു. പറയാൻ ഞാൻ തയ്യാറായില്ലെങ്കിലും എന്നവൾ ചോദിച്ചപ്പോൾ നീ അത് പറയുന്നവരെ ഞാൻ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നവൻ പറയുന്നു. അവൾ ദേഷ്യത്തിൽ ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിനക്കെന്നെ വെറുതെ വിടാറായില്ല എന്ന് ചോദിക്കുന്നു. ബോക്സ് ചാടി എണീറ്റ് ഈ ചോദ്യം ഞാനല്ലേ ചോദിക്കേണ്ടത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നോട് അങ്ങനെ ചെയ്തത്? നമുക്കിടയിൽ എന്തോ ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് എന്നവൻ വിഷമത്തോടെ പറയുന്നു. നമുക്കിടയിൽ എന്താണ് എന്നവൾ ചോദിക്കുന്നത് കേട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊന്നുമല്ല എന്നെനിക്കും തോന്നുന്നുണ്ട് എന്നവൻ പറയുന്നു. ഫേക്കായിട്ടുള്ളത് അധികകാലം നിലനിൽക്കില്ല എന്നും അവൻ പറയുന്നു. അത് ശരിയാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയായത്. നീ ആത്മാർത്ഥമായിട്ടായിരുന്നെങ്കിൽ അന്ന് നീ എന്നോട് അത് ചെയ്യുമായിരുന്നു എന്നവൾ ചോദിക്കുന്നു. നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു തരാൻ അവൾ പറയുന്നു. ആ ഫോം എടുത്തു നോക്കിയിട്ട് ഇടയ്ക്ക് പഠിപ്പ് നിർത്താനുണ്ടായ കാരണം ഞാൻ എന്താണ് എഴുതേണ്ടത്? ശരിക്കും എനിക്കറിയില്ല. ഞാനന്ന് സ്കൂൾ വിട്ടു പോയത് എന്തിനാണ് എന്ന് ബോക്സു പറഞ്ഞപ്പോൾ നീ ഇപ്പോഴും പഴയതുപോലെ ഒന്നിനും കൊള്ളാത്തവൻ തന്നെയാണ് എന്ന് നിനക്കൊരു മാറ്റവുമില്ല. ഞാനിപ്പോൾ ഒരു ടീച്ചറാണ്, ബഹുമാനത്തോടെ വേണം എന്നോട് സംസാരിക്കാൻ എന്നവൾ പറയുന്നു. ശരി ടീച്ചർ എന്നവൻ പറയുന്നുണ്ട്. വൈസ് പ്രിൻസിപ്പൽ വൈറ്റ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളെ പുതിയ ക്ലാസ് റൂമിലേക്ക് മാറ്റുന്നുണ്ട്. ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ആരും അജ്ഞാത കത്തുകളൊന്നും അയച്ചേക്കരുത് എന്നൊക്കെ ചിരിയോടെ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ പണ്ടത്തെ പോലെ പെൺകുട്ടികൾ ആരാധനയോടെ നോക്കി നിൽക്കുന്നത് കണ്ട് ഇതിന് മാത്രം ഒരു മാറ്റവുമില്ല എന്ന് ബോക്സ് പറയുന്നുണ്ട്. ക്ലാസ്സിന് മുന്നിലെത്തി ഇത് സ്പെഷ്യൽ കെയർ വേണ്ട കുട്ടികളുടെ ക്ലാസ്സാണ്, ഞാനാണ് ക്ലാസ് ടീച്ചർ എന്ന് സോജിയോങ് പറയുന്നു. അത് നല്ല കാര്യമാണ്, എനിക്കറിയാവുന്ന ഒരാളെങ്കിലും ക്ലാസ്സിൽ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞവൻ അകത്തേക്ക് കയറുന്നു. കുട്ടികൾ അവനെ കണ്ട് ആകെ ത്രില്ലടിച്ച് കൂവി വിളിക്കുന്നുണ്ട്. ഇൻഹോ മാത്രം 8ന്റെ പണി കിട്ടിയ അവസ്ഥയിലാണ്. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് സോജിയോങ് പരിചയപ്പെടുത്തിയപ്പോൾ ടീച്ചറിനോട് സ്കൂളുകാർക്ക് പ്രത്യേക വിരോധം വല്ലതുമുണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ബോക്സിനെ പരിചയപ്പെടുത്തുന്നു. കുട്ടികൾ അവനെ കൈയടിച്ച് സ്വീകരിക്കുന്നു. സെഹോ പുറത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. മുമ്പ് താൻ ആ സ്കൂളിൽ വന്ന ആദ്യ ദിവസം ഇതുപോലെ പരിചയപ്പെടുത്തിയത് അവന് ഓർമ്മ വരുന്നു. ബോക്സിന്റെ ക്ലാസ്സിലേക്കാണ് അവൻ ട്രാൻസ്ഫറായി വന്നത്. മിസ്റ്റർ പാർക്ക് സ്കൂൾ ചുറ്റി നടന്ന് അവനെ പരിചയപ്പെടുത്തുന്ന ജോലി സോജിയോങ്ങിനാണ് എന്ന് പറഞ്ഞതും ബോക്സ് ചാടിക്കയറി ഞാൻ കാണിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഏൽക്കുന്നു. ബ്രേക്ക് ടൈമിൽ അവൻ സേഹോയെ ചുറ്റി നടന്ന് സ്കൂളെല്ലാം കാണിക്കുന്നുണ്ട്. അവസാനം അവന് കണ്ടത് മതി എന്ന് പറയേണ്ടി വരുന്നു. അപ്പോഴാണ് കുറച്ച് മാറി ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരുന്ന സോജിയോങ്ങിനെ ബോക്സ് കാണുന്നത്. അവൻ സ്വയം മറന്ന് അവളെ നോക്കി നിന്നു പോകുന്നുണ്ട്. ഇടയ്ക്ക് അവൾ അവനെ കണ്ട് കൈ വീശി കാണിക്കുന്നുണ്ട്. സേഹോയും അവളെ ശ്രദ്ധിച്ചിരുന്നു. പരീക്ഷയുടെ ഒരു ദിവസം മുമ്പാണ് സേഹോ അവിടേക്ക് ട്രാൻസ്ഫറായി വന്നത്. അതൊരു കഷ്ടമായി പോയല്ലോ എന്ന് ക്ലാസ്സിൽ വെച്ച് ബോക്സ് അവനോട് പറഞ്ഞപ്പോൾ എനിക്ക് പരീക്ഷകൾ ഇഷ്ടമാണ് എന്ന് സേഹോ പറയുന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ സോജിയോങ്ങിനായിരുന്നു ഇത്തവണയും ഒന്നാം സ്ഥാനം. അവളുടെ മാർക്ക് സേഹോയെയും അമ്പരപ്പിക്കുന്നുണ്ട്. ബോക്സ് അവൾക്കരികിലിരുന്ന് ഞാൻ ഇത്തവണയും 300ാം സ്ഥാനത്ത് തന്നെയാണ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരേ ഗ്രൂപ്പിലാകുമോ എന്ന് ചിരിയോടെ ചോദിക്കുന്നു. അവളും ചിരിക്കുന്നുണ്ട്. സോജിയോങ് രാത്രി ഏറെ വൈകിയും ലൈബ്രറിയിൽ കുത്തിയിരുന്ന് പഠിക്കുന്നതും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആർത്തിയോടെ അവൾ ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം സേഹോയുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അവൾ അറിയാതെ അവൻ പലതവണ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. 1-2 തവണ അത് കണ്ട സോജിയോങ് നീ എന്നെ എന്തിനാണ് ഇങ്ങനെ നിരീക്ഷിക്കുന്നത് എന്നവനോട് ചോദിക്കുന്നിടത്ത് അവൻ്റെ ഓർമ്മകൾ മുറിയുന്നു. ഇപ്പോഴും സോജിയോങ്ങിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന അവൻ ഞാൻ എന്തിനാണ് നിന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു.
ക്ലാസ് മോണിറ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമത്തിലാണ് സോജിയോങ്. പക്ഷേ ആരും അതിന് തയ്യാറാവുന്നില്ല. അവസാനം ലിസ്റ്റിലെ ആദ്യത്തെ പേര് ആരുടെയാണോ അവരെ മോണിറ്ററാക്കാം എന്ന് പറഞ്ഞവൾ പേര് വായിക്കാൻ തുടങ്ങുന്നു. ആദ്യം ബോക്സിൻ്റെ പേരായിരുന്നതിനാൽ അത് വായിച്ചു തുടങ്ങിയിട്ട് അവൻ ഒരുപാട് കാലത്തിന് ശേഷം മടങ്ങി വന്നതായതുകൊണ്ട് സ്കൂളുമായി പരിചയപ്പെടാൻ സമയം വേണം. അതുകൊണ്ട് അടുത്ത ആളെ മോണിറ്ററാക്കാം എന്ന് പറഞ്ഞ് ഇൻഹോയുടെ പേര് വിളിക്കുന്നു. അപ്പോഴാണ് ബോക്സ് അവനെ കാണുന്നത്. അവനും ഇതേ ക്ലാസ്സിലാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടവൻ കസേരയൊക്കെ പുറകിലേക്ക് തള്ളി ഇറങ്ങി എഴുന്നേൽക്കുന്നു. ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് നോക്കുന്നു. എന്തു പറ്റിയെന്ന് സോജിയോങ് അവനോട് ചോദിച്ചെങ്കിലും അവൻ മറുപടിയൊന്നും പറയാതെ ഇൻഹോയെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്നതെ കണ്ട് മോണിറ്ററാകുന്ന കാര്യത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് സോജിയോങ് ഇൻഹോയോട് ചോദിക്കുന്നു. എനിക്ക് പറ്റില്ല എന്ന് അവൻ വിറച്ച് പറയുന്നത് കേട്ട് കുട്ടികൾ അവനെ കളിയാക്കി ചിരിക്കുന്നു. അത് കേട്ട് ബോക്സ് കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ മോണിറ്റർ ആയിക്കോളാം എന്ന് പറയുന്നു. വേണ്ട എന്നർത്ഥത്തിൽ സോജിയോങ് തലയാട്ടിയെങ്കിലും അപ്പോഴേക്കും കുട്ടികൾ അത് കൈയടിച്ച് പാസ്സാക്കുന്നു. വേറെ വഴിയില്ലാത്തതിനാൽ അവളും അത് സമ്മതിച്ച് പുറത്തു പോകുന്നു. ബോക്സ് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഇൻഹോയുടെ അടുത്ത് പുറത്തേക്ക് വരാൻ പറയുന്നു. പുറകിൽ നിന്നൊരു കുട്ടി എഴുന്നേറ്റ് വന്ന് അവൻ എനിക്ക് പകരമായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയുന്നു. ബോക്സ് ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് നിനക്ക് പകരമായി നിന്റെ ഐഡിയിൽ നിന്ന് ഇവൻ ഗെയിം കളിക്കുകയാണെന്നാണോ നീ പറഞ്ഞത്, എന്തിനാണ് എന്ന് ബോക്സ് അവനോട് ചോദിക്കുന്നു. അടുത്ത ലെവലിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ദിവസം മുഴുവൻ ഫോണുമായി ഇരിക്കേണ്ടി വരും, എൻ്റെ കൈകൾ വേദനിക്കും, അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് പറയുന്നു. ബോക്സ് ഫോൺ മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് കസേര ചവിട്ടി മാറ്റി ഇൻഹോയുടെ ഷട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവൻ എന്തിനാണ് ഇതിൽ ഇടപെടുന്നതെന്ന് കുട്ടികൾ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.